നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തു വന്നാലും ശരി, നാളെ KSRTC ബസ്സുകൾ സമരത്തിൽ നിന്ന് പിന്മാറി നിൽക്കും. KSRTC ബസ്സുകൾ കൃത്യമായി തന്നെ സർവീസ് നടത്തും. കേരളത്തിൽ പണിമുടക്ക് ബാധിക്കില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ KB ഗണേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയായിരുന്നു ഇത്. ഒരു കാരണവശാലും KSRTC ഡ്രൈവർമാർ വരാതിരിക്കില്ല, കൃത്യമായി തന്നെ എല്ലാ സർവീസുകളും നടത്തും എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്ക്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കിനെ വിശ്വസിക്കുന്ന ജനങ്ങൾ നിരത്തിലിറങ്ങി. പതിവ് പോലെ തന്നെ ഓഫീസിലും ജോലി സ്ഥലത്തുമൊക്കെ പോകാനായി ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നു. ഗണേഷ് കുമാർ പറഞ്ഞതല്ലേ, ഗതാഗത മന്ത്രി പറഞ്ഞതല്ലേ, എന്തായാലും ബസ് വരാതിരിക്കില്ല എന്നോർത്ത്. എന്നാൽ വന്നവരെല്ലാവരും ചമ്മിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം ബസ് ഒന്നും പോലും വന്നില്ല. എന്തിനേറെ പറയുന്നു, ബസ് എടുക്കാനായി തയ്യാറായി നിന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഏത് നിമിഷം വേണമെങ്കിലും ബസ് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, സർവീസ് നടത്താൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നടക്കമുള്ള കാര്യം പറയുന്നു. എന്തിനേറെ പറയുന്നു, മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് പോലും KSRTC ബസ് ഓടിയിട്ടില്ല എന്ന് സാരം. KSRTCയിലും ഡയസ് നോൺ ആണ്. പക്ഷേ ഈ ഡയസ് നോൺ ആയിട്ട് പോലും ബസ് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. പോലീസ് സംരക്ഷണം എല്ലാ ബസ്സുകൾക്കും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ ബസ്സുകൾക്കും പോലീസ് സംരക്ഷണം നൽകുന്നത് അത് സാധ്യതയാകാത്തതുകൊണ്ട് തന്നെ ആരും ബസ് എടുത്തിട്ടില്ല, സർവീസ് നടത്തിയിട്ടില്ല. മാത്രമല്ല, സർവീസ് നടത്താനായി ആരംഭിച്ചിരുന്ന ബസ്സുകൾക്ക് മുന്നിൽ തന്നെ എന്റെ നെഞ്ചത്തൂടെ കയറ്റിയിറക്കിയാൽ മാത്രമേ ബസ് കടത്തിവിടുകയുള്ളൂ എന്ന സമരക്കാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബസ്സിന് മുന്നിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ബസ് ഇവിടെ നിന്ന് എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടി നാട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതായത് മന്ത്രിയുടെ വാക്ക് അട്ടത്തായി എന്ന് സാരം. KSRTCയിലും ഡയസ് നോൺ ആണ്. യാത്രാ സംവിധാനം പ്രതിസന്ധിയിലായതോടുകൂടി കേരളം ബന്ദിന്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ പോലും നിരത്തിൽ ഇറങ്ങുന്നില്ല. ചില ഡിപ്പോകളിൽ നിന്നും നാമമാത്രം സർവീസുകൾ നടത്തിയ KSRTC ഇപ്പോൾ അതുപോലും നടത്താത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ജീവനക്കാർക്ക് സുരക്ഷിതമായി ഓഫീസിലെത്താനുള്ള സാഹചര്യം വകുപ്പ് മേധാവികളും കളക്ടർമാരും ഉറപ്പാക്കുകയും വേണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും നടക്കാനുള്ള സാധ്യതയില്ലെന്നാണ് പൊതുപണിമുടക്കിന്റെ ആദ്യ മണിക്കൂറിൽ നിന്ന് വ്യക്തമാകുന്നത്. KSRTC ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകില്ല എന്നുള്ള മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ട്രേഡ് യൂണിയനുകൾ തള്ളിയിരുന്നു. പണിമുടക്ക് നോട്ടീസ് നേരത്തെ നൽകിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. KSEBയിലും ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. INTUC, അതുപോലെ തന്നെ CITU, AITUC, HMS, അതുപോലെ തന്നെ AIUTCUC, TUCC, സേവ, AICCTC, LPF, അതുപോലെ തന്നെ UDUC എന്നീ യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലകയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക, സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപയായി, പെൻഷൻ 9,000 രൂപയായും നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക് നടത്തുന്നത്. കർഷകർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പൊതുമേഖലാ ജീവനക്കാർ, ബാങ്കിംഗ്, ഇൻഷുറൻസ് ജീവനക്കാർ തുടങ്ങിയവർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നുണ്ടെന്നാണ് സംഘടനകളുടെ അവകാശവാദം. CPM, CPI തുടങ്ങിയ പാർട്ടികൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷക സംഘടനകളെയും ഗ്രാമീണ തൊഴിലാളി ഗ്രൂപ്പുകളെയും പിന്തുണയോടുകൂടി 10 കേന്ദ്ര ഗ്രേഡ് യൂണിയനുകളുടെയും സംയുക്ത വേദിയാണ് പൊതുപണിമുടക്ക് അഥവാ ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ബാങ്കിംഗ്, തപാൽ പ്രവർത്തനങ്ങൾ, ഗതാഗതം, വൈദ്യുതി വിതരണം എന്നിവയുൾപ്പെടെയുള്ള ആവശ്യ പൊതു സേവനങ്ങളിൽ വലിയ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്കിംഗ്, ഇൻഷുറൻസ് സേവനങ്ങൾ, തപാൽ പ്രവർത്തനങ്ങൾ, കൽക്കരി ഖനനം, വ്യാവസായിക ഉൽപ്പന്നവും സർക്കാർ നടത്തുന്ന പൊതുഗതാഗതം, സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും, ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരുടെ നേതൃത്വത്തിൽ റാലികൾ, ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബംഗാൾ പ്രൊവിഷ്യൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, അതുപോലെ തന്നെ ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഔപചാരികമായി ബാങ്ക് അവധിയില്ലെങ്കിലും ഇന്ന് മിക്ക ശാഖകളിലും ATMഉം ഉടനീളമുള്ള സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കേരളത്തിൽ ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്ക് അത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. സെക്രട്ടേറിയറ്റിലൊക്കെ തന്നെ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ബസിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം തന്നെ പലയിടങ്ങളിലും യാത്രാ സംവിധാനം ഒരുക്കാത്തത് കൊണ്ട് തന്നെ ഹാജർ കുറവാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. ട്രെയിൻ ഇറങ്ങി വന്നാൽ പോലും പിന്നീട് അവിടെ നിന്ന് പോകാനുള്ള യാത്രാ സംവിധാനമില്ല. പലയിടങ്ങളിലും കാസർഗോഡ് അടക്കം പലയിടങ്ങളിലും ഓട്ടോ ഡ്രൈവർമാരെ തടയുന്ന ഒരു സാഹചര്യമുണ്ട്, ഓട്ടോ യാത്രക്കാരെ തടയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ RCCയിലേക്കുള്ള സൗജന്യ യാത്രയ്ക്കൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള തടസ്സമില്ല. മാത്രമല്ല, ആശുപത്രി ഓട്ടങ്ങൾക്കും ഒരു തരത്തിലുമുള്ള തടസ്സം നിലവിലില്ല. പക്ഷേ പത്തനാപുരത്ത് KSRTC കൃത്യമായുള്ള സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്.